ആ കാറ്ററിങ്ങിന്റെ മുന്നിൽ നിന്ന് ഫുഡ് എടുത്തോളാം, എന്നിട്ട് ഞങ്ങൾ 3:30 ആകുമ്പോൾ പോകുന്നൊക്കെ പറഞ്ഞതാണ്. രാത്രി ഫോൺ വെച്ചിരുന്നു, അങ്ങനെ വിളിച്ചു പറഞ്ഞു. രാവിലെ പുറപ്പെട്ടു. പിന്നെ ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങൾ എവിടെ എത്തി ചോദിച്ചപ്പോൾ ഒരു ആതിരപ്പള്ളി എത്തിയെന്ന് പറഞ്ഞു. ഫോട്ടോ അയച്ചത് അത് 9:15 അവർ ആതിരപ്പള്ളി എത്തിയെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ. അല്ലല്ല, പിന്നെ 56 HM ഫോട്ടോ വിട്ടിട്ടുണ്ട്. സിംഗിൾ ഫോട്ടോ. അതൊരു തേയിലത്തോട്ടത്തുനിന്ന്. അത് എത്ര ടീച്ചറെ മറക്കണം. 8 ആള്. പിന്നെ KG-ലെ ടീച്ചേഴ്സ് ഞങ്ങള് മൊത്തമാണ്. ആ KG ആണ്. അധ്യാപകർ എത്ര പേരുണ്ട്? അവിടുത്തെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു 7 പേര് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ചിത്രം നമ്മൾ കാണുന്നത്, അത് എവിടുന്ന് എടുത്തതാന്ന് അവര് പറഞ്ഞു. അത് ആതിരപ്പള്ളി. അത് വൈകുന്നേരമാണ് അയക്കുന്നത്. അതല്ലേ രാവിലെ വിട്ടണം. പിന്നെ അതിന്റെ ശേഷം ഒരു ഫോട്ടോ വിട്ടണം, ഒന്നിങ്ങനെ സെൽഫി എടുത്തിട്ട്. അത് എവിടുന്നാണ് ഞാൻ ചോദിച്ചിട്ടില്ല. അത് സംസാരിച്ചിട്ടില്ല. ഞാൻ സുഖമില്ലാത്ത കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇത് ടീച്ചർ ലാസ്റ്റ് അയച്ച ഫോട്ടോ ആണ്. ഇത് ഇതാണ്. പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ നിന്നും സച്ചിൻ വള്ളിക്കാരുണ്ട്. സച്ചിൻ, ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ? എന്താണ് വിവരങ്ങൾ? ഇത് മരിച്ച 4 പേരുടെ ബന്ധുക്കളാണ് ഇപ്പോൾ പൊള്ളാച്ചിയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. അവർ നിലവിൽ അവരുടെ, അതായത് മരിച്ചവരുടെ ബന്ധുക്കൾ 4 പേർ ഇപ്പോൾ പൊള്ളാച്ചി ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവരെ മോർച്ചറിയിലേക്ക് ഉദ്യോഗസ്ഥർ, അതായത് പാലക്കാട് ADM, അതേപോലെ തന്നെ ചിറ്റൂർ DYSPയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ മരിച്ചവരെ തിരിച്ചറിയൽ വേണ്ടിയാണ് ബന്ധുക്കളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 4 പേരുടെ ബന്ധുക്കളാണ് നിലവിൽ പൊള്ളാച്ചിയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവരുടേത് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും അതിദാരുണമായ സച്ചിനിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് നമ്മൾ തിരികെ